പറ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട്. എന്താ ചേച്ചി? ഒരു വിശേഷമുണ്ടെന്ന്. നല്ലൊരു വിശേഷം. സത്യമാണോ ചേച്ചി? സത്യം. ഈശ്വര, എനിക്കിപ്പോ ശരിക്കും സന്തോഷം തോന്നുന്നു ചേച്ചി. അച്ഛനും അമ്മ അവിടെ ഇല്ലേ? അച്ഛനും ഉറക്കത്തില്ല, അമ്മ ദാ കുളിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞോളാം ചേച്ചി അവരോട്. അല്ല, സുഖുവേട്ടൻ എന്താ പറയുന്നത്? സുഖുവേട്ടൻ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അപ്പോ അവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇവിടെ വരട്ടെ. ഇതറിയുമ്പോഴെങ്കിലും സന്തോഷാവൂലോ അല്ലേ? ആവും. അമ്മയും അനിയത്തിമാരൊക്കെ അറിഞ്ഞില്ലേ? ഉവ്, അറിഞ്ഞു. എനിക്കിപ്പോ ചേച്ചിയെ കാണാൻ ശരിക്കും കൊതിയായി. നാളെ ഞാൻ അങ്ങോട്ട് വന്നാലോ ചേച്ചി? വന്നോ. അതിനിപ്പോ എന്തിനാ അനുവാദം ചോദിക്കുന്നേ? ഞാൻ അച്ഛനോടും അമ്മയോടൊന്നും ചോദിക്കട്ടെ. അങ്ങനെയെങ്കിൽ നാളെ വരാം. ശരി. എന്നാ അച്ഛനോടും അമ്മയോടും പ്രത്യേകം പറയണം. ഞാൻ വൈകിട്ട് വിളിക്കാം. ശരി ചേച്ചി. അമ്മേ, ഫോൺ ഇപ്പൊ അങ്ങ് വെച്ചതേ ഉള്ളൂ. ആരാ മോളെ? ചേച്ചിയാ വിളിച്ചത്. ആണോ? എന്താ മോളെ വിശേഷിച്ചു? വിശേഷം തന്നെ. എന്ന് വെച്ചാ ഒരു കുഞ്ഞു വവ വിരുന്ന് വരാൻ പോകുന്നു. എന്റെ ദേവി, സത്യമാണേ കേൾക്കുന്നേ? സമാധാനമായി. എനിക്ക് മനസ്സിൽ എത്ര ആഗ്രഹിച്ചതാ കല്യാണി മോക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന്. ഇനിയിപ്പോ ഇത് അച്ഛനറിയുമ്പോ എന്തായിരിക്കും സന്തോഷം. ഞാൻ പോയി പറയട്ടെ. മാഷേ എന്തുറക്കാ മാഷേ ഇത്? അച്ഛാ, 1 മണിക്കൂർ ഒന്ന് മയങ്ങട്ടേന്ന് പറഞ്ഞു കിടന്നിട്ട് നേരെ എത്രയായി? ഒന്ന് എണീറ്റേ. എന്താ അച്ഛാ, നമുക്കിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ മോളെ? ചേച്ചി വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? മാഷ് ഒരു മുത്തശ്ശനാവാൻ പോവുകയാണ്. ദാ അല്പം മുമ്പാ വിളിച്ചത്. എന്നിട്ട് വേറെന്തെങ്കിലും പറഞ്ഞു എന്റെ മോളെ? വേറെ എന്താ പറയണ്ടേ? ഇത്രയും പറഞ്ഞു കേട്ടാ പോരെ മാഷേ? സാധാരണ കരഞ്ഞും പിഴിഞ്ഞും ഫോൺ ചെയ്യാറുള്ള ചേച്ചി ആദ്യമായിട്ടാ സന്തോഷത്തോടെ ഒന്ന് ഫോൺ ചെയ്യുന്നത് കേട്ടത്. നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോയാലോ മാഷേ? പോവാ. അവക്കും അതൊരു സന്തോഷാവുമല്ലോ. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ പോവാണെന്ന് തോന്നുന്നു ശാരദേ. അതിന്റെ ഒരു തുടക്കം ഇത്. എനിക്കും അങ്ങനെയാ തോന്നണേ മാഷേ. അതെ, ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു കുഞ്ഞുണ്ടാവുന്നതോടെ സുഖൂന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവും. സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുഞ്ഞുണ്ടാവുമ്പോ അവന്റെ ഈ മുരടൻ സ്വഭാവമൊക്കെ അങ്ങ് മാറും. ഈശ്വര, എന്റെ മോളുടെ സങ്കടങ്ങളെല്ലാം ഇതോടെ അങ്ങ് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. എത്ര നാളായി എന്റെ മോൾ അവിടെ തീ നിന്ന് കഴിയുന്നു. ആരോടൊന്നും പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും
പാവം. പിന്നെ സുഖു എത്ര മാറിയാലും ആ അമ്മ മാറിയില്ലെങ്കിൽ എന്താ കാര്യം? അവരവിടെ ഉള്ളിടത്തോളം കാലം ഒരു സമാധാനവും കൊടുക്കില്ലല്ലോ. അതെല്ലാം മാറിക്കോളും. അങ്ങനെ അങ്ങ് സമാധാനിക്കുക, എല്ലാം നേരെയാവും. എന്റെ മോളുടെ കണ്ണീര് ഈശ്വരൻ കണ്ടു. ഇത്ര നാളും കരഞ്ഞു തീർത്തിയ കണ്ണീരിന് ഈശ്വരൻ കൊടുത്ത പ്രതിഫലമാ അവക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നേ. ഈശ്വര, നീ എന്താ ഇന്ന് നേരത്തെ പോന്നോ? ആ. അവള് വിളിച്ചു കാണുമല്ലേ? ആര്? നിന്റെ ഭാര്യ. എന്തിന്? അതവള് വിളിച്ചപ്പോ പറഞ്ഞില്ലേ? എന്നെ ആരും വിളിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓ, ഇനിയിപ്പൊ രണ്ടാളും ഒറ്റ കെട്ടാവും. ആവാതെ പറ്റില്ലല്ലോ. അവളുടെ സ്ഥാനം അവളിവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്തു ആവാം. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. സുഖേട്ട, ഒരു വിശേഷം ഉണ്ടെന്ന് തോന്നുന്നേ. എന്ത് വിശേഷം? സുഖേട്ടനൊന്ന് ഊഹിച്ചേ. ഇന്ന് ഞാനൊന്ന് ഛർദിച്ചു. അതിന്? സുഖേട്ടൻ ഒരച്ഛനാവാൻ പോവുക. അച്ഛനോ? അപ്പൊ അതാണ് നീ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് അമ്മ പറഞ്ഞത്. എങ്കിൽ സ്ഥാനം ഉറപ്പിക്കേണ്ടത് ഇവിടെയല്ല, അതെവിടെയാവണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. സുഖേട്ട, എന്താ നിന്റെ ഉദ്ദേശം? എല്ലാം കെട്ടിവെച്ചതുപോലെ ഇതും എന്നെ തലയെ കെട്ടിവെക്കാന്നോ? എന്താ സുഖേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. സ്ഥാനം ഉറപ്പിക്കേണ്ടത് ഇവിടെയല്ല, അതെവിടെയാവണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. സുഖേട്ട, എന്താ നിന്റെ ഉദ്ദേശം? എല്ലാം കെട്ടിവെച്ചതുപോലെ ഇതും എന്നെ തലയെ കെട്ടിവെക്കാന്നോ? എന്താ സുഖേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? പറയടി. എന്താ ഉറപ്പിന്മേല ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് നീ തറപ്പിച്ച് പറഞ്ഞത്? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാത്രം ചില കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്, ഇല്ലേ? എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന ചില സത്യങ്ങൾ. ഞാനും നീയും ഒരേ മുറി കിടന്നുറങ്ങുന്നുള്ള നേരാ. പക്ഷെ മുറിക്കകത്ത് രണ്ട് പായ വിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്റെ കുഞ്ഞിന്റെ അച്ഛനായത്? പറയടി, ആരുടെ കുഞ്ഞാ നിന്റെ വയറ്റിൽ വളരുന്നത്? സുഖേട്ട, പറയാൻ കൃത്യമായൊരു ഉത്തരം പറയാൻ പ്രയാസം കാണും. കാരണം നീ വീട്ടിലില്ലാതിരുന്ന രാത്രികൾ ഉണ്ടായിട്ടില്ലേ? അന്ന് നീ പറഞ്ഞ കഥ ഞാൻ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു എന്നാണ് നീ കരുതിയത്. എവിടെയെങ്കിലൊക്കെ പോയി ഇത്രയും നാളെ നിന്നെ ഞാൻ സഹിച്ചു. ഇനി അന്യന്റെ വീഴ്പും കൂടി ചുമക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഇന്നത്തോടെ തീർക്കാൻ നമുക്ക് ഈ കണക്ക്. ഇറങ്ങ്. നിനക്കിനി നിന്റെ വീട്, എന്റെ ഭാര്യ എന്ന പേരിൽ ഇനി നീ ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. ഇറങ്ങാൻ. അങ്ങോട്ട് നടക്കാൻ. ഇറങ്ങാനല്ലേ പറഞ്ഞേ? സുഖു, എന്താ എന്താ ഇത്? എന്താ ഇന്നത്തോടെ തീർന്നെല്ലാം. എന്താടാ ഇത്? ഇവിടെ ഞാൻ ഇറക്കി വിടുക എന്നേക്കുമായി. അളെ എന്താ പ്രശ്നം? പറ. പ്രശ്നങ്ങളൊക്കെ ഇന്നത്തോടെ തീരാന്ന് പറഞ്ഞില്ലേ? വാടി വിട. അളയാ പറയുന്നത് പറയണ്ട. നടക്കാൻ. എടാ, ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞു? ഹലോ, മൂന്തേട്ടാ മേന്ന. മിക്ക ദിവസങ്ങളിലും ഞാൻ വിളിക്കും, പക്ഷെ കിട്ടാറില്ല.
എന്താ ഈ ഊരുചുറ്റിൽ ഇനിയും നിർത്താറായില്ലേ? വയ്യാതെ വല്ലയിടത്തും കിടന്നുപോയാൽ പിന്നെ ഇങ്ങനെ ഊരിയൂറ്റാൻ പറ്റുമോ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഞാനിപ്പോ വിളിച്ചതേ ഒരു സന്തോഷ വാർത്ത പറയാനാ. പറയടോ. അതെ, ഞാനൊരു മുത്തച്ഛനാവാൻ പോകുന്നു. കല്യാണി മോള് വിളിച്ചിരുന്നു. കൺഗ്രാചുലേഷൻസ്. ചെലവുണ്ട്. ഞാൻ അങ്ങോട്ട് വരണോ അതോ താൻ ഇങ്ങോട്ട് വരുന്നോ? എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈശ്വരൻ തന്നത്. ഇനി ഇതിൽ പര എന്ത് ഭാഗ്യം എനിക്ക് കിട്ടാനുള്ളത്. ഇതോടെ കല്യാണി മോളുടെ ജീവിതം നന്നാവുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. ഒരു 5 മിനിറ്റ് ഒന്നങ്ങ് നീക്കിട്ടോ. ഇറങ്ങേ. ശരി. അച്ഛാ, ആ ദേ കല്യാണി ചേച്ചി എത്തി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. ഞങ്ങളെല്ലാരും കൂടി നാളെ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇപ്പത് ലാഭമായി കിട്ടിയല്ലോ. അല്ല, അവിടെ തന്നെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് കയറുന്നില്ലേ? കയറി വാ മക്കളെ. മക്കള് അങ്ങനെ മക്കളെല്ലാരും കൂടി കണ്ടു വരുന്നില്ല. തൽക്കാലം എന്റെ തലയിൽ കെട്ടിവെച്ച് തന്ന ഈ പുന്നാര മോളങ്ങോട്ട് വരും. അയ്യോ, സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇങ്ങോട്ട് കയറുന്നില്ലേ? കയറി വാ മക്കളെ. മക്കള് അങ്ങനെ മക്കളെല്ലാരും കൂടി കണ്ടു വരുന്നില്ല. തൽക്കാലം എന്റെ തലയിൽ കെട്ടിവെച്ച് തന്ന ഈ പുന്നാര മോളങ്ങോട്ട് വരും. അയ്യോ, തന്നതുപോലെ അങ്ങ് തിരിച്ചു തരിക. ഒന്നും കുറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇത്ര നാളും ചുമന്നു നടന്നില്ലേ ഇവിടെ ഞാൻ. ഇനിയുള്ള വയറ്റ് കിടക്കുന്ന ഏതോ ഒരുത്തിന്റെ ഗർഭം കൂടി ചുമക്കാൻ എനിക്ക് വയ്യ. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? വേണ്ട, ഒച്ച വെച്ച ആളെ കൂട്ടണ്ട. അറിഞ്ഞാ അതിന് നാണക്കേട് നിങ്ങൾക്കല്ല, എനിക്കാ. മാനം മര്യാദക്ക് ജീവിക്കുന്ന എന്റെ കുടുംബത്തില് മോളെ, ഇനി ഇവിടെ വെച്ച് വാഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ നിന്നോട്ടെ ഇനിയുള്ള കാലം മുഴുവൻ. ആ പിന്നെ കുറച്ചു നാള് കഴിയുമ്പോ പുന്നാര മോൾ അച്ഛനാരാന്നറിയാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കും. കണക്കും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരാതെ വളർത്തിക്കോണം, അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ. മോളെ കരയല്ലേ, കരയല്ലേ മോളെ. ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ ഈശ്വര എന്റെ മോൾക്ക് കിട്ടിയത്. എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ മോൾക്ക് ഇങ്ങനെ? ദുഷ്ട, എന്താ അവനിങ്ങനെ? എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോയത്? എന്തേലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടമ്മേ. അമ്മയ്ക്ക് അറിയില്ലേ സുവേട്ടന്റെ സ്വഭാവം? സ്വഭാവം ഇത്ര നാളും എല്ലാം സഹിച്ചു. അവൻ പറഞ്ഞതും ചെയ്തതും എല്ലാം. ഇനിയും പോയില്ലേ മനസ്സിന് ആ ദുഷ്ടതയൊന്നും? എന്റെ മോളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് അവൻ എന്താ നേടാനുള്ളത്? ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നറിയുമ്പോഴെങ്കിലും എല്ലാം നേരെയാകുമെന്ന്. ഇനിയിപ്പോ അതൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങെതിരായിട്ടുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ട് പോയത്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരു ഭർത്താവ് ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളത്? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഇനി ചേച്ചിയെ വിഷമിപ്പിക്കാൻ ഓരോന്ന് പറയാതെ. നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ ശാരദേ. നമ്മുടെ മോളുടെ കഴുത്തിൽ മിന്നു കെട്ടിപ്പോയില്ലേ അവൻ. സഹിക്കല്ലാതെ വേറെന്താ നിവർത്തി? അച്ഛാ,
ഇനി അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കല്ലേ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മക്കളുടെ കണ്ണീര് കണ്ട ഏത് അച്ഛനമ്മമാരുടെ മനസ്സാ വേദനിക്കാത്തത്? എത്ര ശ്രമിച്ചാലും തടഞ്ഞു നിർത്താൻ പറ്റില്ല അതൊന്നും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ഒരു പരിധിവരെ എന്റെ ഭാഗത്ത് തന്നെയാ. എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ആലോചിക്കണമായിരുന്നു. സംഭവിച്ചു പോയ അപഖ്യാതി ജീവിതകാലം മുഴുവൻ പിന്തുടരുമെന്ന് ഓർത്തില്ല അച്ഛനെന്ന്. സ്വാർത്ഥതയായിരുന്നു. മൂക്കൊരു തുണ, അതിലപ്പുറം ഒന്നും ആലോചിച്ചില്ല. ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ മോക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരു വിവാഹ ജീവിതമില്ലാതെ ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും എന്റെ മോക്ക് ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അച്ഛ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്താ വേണ്ടെന്ന് നമുക്കിനി ആലോചിക്കാം. എന്താ ആലോചിക്കേണ്ടത് അച്ഛൻ? ഒരു നിശ്ചയമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആരൊക്കെ വേണ്ടാന്ന് വച്ചാലും എന്റെ മക്കളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. മോളെ, ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഈ വിവാഹം നടത്തിയ അച്ഛനാ മോക്ക് ഈ ഗതി വരുത്തിയത്. നന്മയെ അച്ഛൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ അച്ഛനെ ശപിക്കരുത് മോളെ. ഈശ്വര, ഇനി ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിച്ച് എന്തൊക്കെ വരുത്തി കൂട്ടാനാണാവോ. ഞാനൊന്ന് ചെല്ലട്ടെ. വേണ്ട, അമ്മ അങ്ങോട്ട് ചെന്നിനെ കരഞ്ഞും പിഴിഞ്ഞും അച്ഛനെ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട. ചേച്ചി, ഒരു ജന്മം മുഴുവൻ സഹിക്കാനുള്ളത് ഇത്ര നാളുകൊണ്ട് ചേച്ചി സഹിച്ചില്ലേ? ഇനി സഹിക്കണം. അച്ഛനെ സമാധാനിപ്പിക്കേണ്ടത് ചേച്ചിയാ. ദുരന്തങ്ങളെല്ലാം കൂടി താങ്ങാൻ ആ മനസ്സിന് ശക്തിയില്ല. എന്നെ കൊല്ലായിരുന്നില്ല സുഖന്, അതായിരുന്നില്ല ഇതിലും ഭേദം. അല്ലെങ്കിൽ വേണ്ട, ഒരിക്കൽ സ്വയം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാ. ഇനി ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരു ജീവിതം എനിക്കിനി വേണ്ട. എന്തേ മോളെ നീ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ചേച്ചി മാത്രം തീരുമാനിക്കണ്ട. ഞങ്ങളുണ്ട് കൂടെ. ചേച്ചിക്ക് വേണ്ടാത്ത ജീവിതം ഞങ്ങൾക്കും വേണ്ട. വേണ്ട മോളെ, ഇത് ചേച്ചിയുടെ മാത്രം വിധിയ. അത് ചേച്ചി തന്നെ അനുഭവിച്ചോളാം. നിങ്ങൾക്ക് ആൾക്കൊരു ഭാരമാവാതെ ഞാൻ. ആർക്കും ആരും ഒരു ഭാരമല്ല ചേച്ചി. അങ്ങനെ കരുതുന്നതാ തെറ്റ്. ചേച്ചി എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിച്ച നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂ? അമ്മയ്ക്ക് പറ്റൂ? അങ്ങനെ എല്ലാവരെയും വിഷമിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചി ചെയ്തു. ഞാൻ എന്ത് വേണം മോള് പറ, പറ, ഞാൻ എന്ത് വേണം? ഇപ്പൊ വേണ്ടത് സ്വയം നിയന്ത്രിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് അച്ഛനെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കണം. ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ അതിന് കഴിയൂ. അല്ലെങ്കിൽ അച്ഛൻ